ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞാനൊരു കാര്യം പറയാനാണ് വന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ഷോർട്സ് കാണുന്നവർക്കറിയാം, ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിരുന്നു. എൻ്റെ വീട്ടിലെ തോട് നിറഞ്ഞപ്പോൾ ഇന്നലെ അവിടെ എത്തിയുള്ളായിരുന്നു കേട്ടോ വെള്ളം. ഇന്ന് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കയറി ആ വെള്ളത നമ്മൾ വീട്ടിൻ്റെ മുറ്റം വരെ എത്തി. ആ മുറ്റമൊക്കെ നിറഞ്ഞ് ചിന്തിയിരിക്കുകയാണ്. അപ്പോൾ മൊത്തത്തിൽ നമ്മളെ വീട് എവിടെ അറ്റം വെള്ളം കയറി എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. വാ. അപ്പോൾ ഇതാ നമ്മളെ സ്റ്റെപ്പിൻ്റെ ഇവിടുന്ന് മുതൽ വെള്ളം കണ്ടില്ല നിങ്ങൾ? ഇത് മൊത്തം വെള്ളം. അവിടെ വെള്ളമൊക്കെ നിറഞ്ഞ് അറിയില്ലേ? വെള്ളമെല്ലാം നിറഞ്ഞ് ഒഴുകിക്കൊണ്ടിരിക്കാം കേട്ടോ. ആ ഒഴുകി പോകുന്നില്ലേ? അവിടെ നമുക്ക് തോടാണ് അവിടെ. അപ്പോൾ ആ തോടിലൂടെയാണ് തോട് നിറഞ്ഞിട്ടാണ് ഈ വെള്ളം വരുന്നത്. പക്ഷെ ഇപ്പോൾ ഈ വെള്ളത്തിൽ അഴുക്കും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. എന്ന് വെച്ചാൽ നല്ല ഒഴുക്കുള്ള സമയമായതുകൊണ്ട് വെള്ളം മൊത്തം നിറഞ്ഞ് ചിന്തിയിട്ട് എല്ലാ വേസ്റ്റും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ കണ്ടേ ഇതിൻ്റെ വീടിൻ്റെ ബാക്ക് സൈഡാണ് നിറച്ചും വെള്ളമാണ് അല്ലേ? ഇവിടെയൊക്കെ വെള്ളം നിറഞ്ഞ് തോട്ടിലിപ്പോൾ ഒരാൾ വീഴുകയാണെങ്കിൽ അങ്ങ് ഒലിച്ചു പോവും. അപ്പോൾ നമ്മളാരും അങ്ങോട്ട് പോകാറില്ല. ബാത്റൂമിലൊക്കെ പോകുന്നത് അകത്ത് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഈ സൈഡും ഇതൊക്കെ വെള്ളം കൊണ്ട് നിറഞ്ഞ് ചിന്തിക്കുക. അപ്പോൾ ഇവിടെ ആവട്ടെ ഇവരുടെ വീട്ടിൻ്റെ ബാക്കിൽ കണ്ടില്ലേ, ഇവരുടെ വീട് നന്നായിട്ട് വെള്ളം നിറഞ്ഞിരിക്കുന്നു. നമ്മൾ പിന്നെ സ്റ്റെപ്പിൻ്റെ അങ്ങോട്ടൊക്കെ ഒന്നും വെള്ളം എത്തിയിട്ടില്ല. അതായത് സ്റ്റെപ്പിൻ്റെ അവിടെയൊക്കെ വെള്ളം എത്തി നിറഞ്ഞിരിക്കും. ഇതാണ് നമ്മളെ അവസ്ഥ. മഴ പെയ്ത് കഴിഞ്ഞാൽ എൻ്റെ വീട്ടിലത്തെ അവസ്ഥ ഇതാണ്. വെള്ളം നിറഞ്ഞ് ചിന്തും. പക്ഷേ കഴിഞ്ഞ കൊല്ലത്തെ മഴത്തൊന്നും ഇങ്ങനെ വെള്ളം നിറഞ്ഞ് ചിന്തിയിട്ടില്ല. ഇപ്രാവശ്യമാണ് നല്ല മഴ പെയ്തപ്പോൾ ഇങ്ങനെ ആയത്. അപ്പം ഞങ്ങളെ കിണറാണ്. കിണറിൻ്റെ അവിടെയൊക്കെ വെള്ളം നിറഞ്ഞ ഏകദേശം ഞങ്ങളെ ബാക്ക് സൈഡിൽ ഇതിലേ കൂടി പോകുമ്പോൾ കാണിച്ചു തരാം. അതിലേ പോകാൻ കഴിയില്ല, നിറച്ചും വെള്ളം. അഥവാ ഞാൻ തോട്ടിലേക്ക് വീട് പോയി കഴിഞ്ഞാൽ അങ്ങനെ അങ്ങ് ഒലിച്ചു പോകും. ഇത് നമ്മളെ ഒരു ഭാഗത്തിൻ്റെ സൈഡാണ്. അപ്പോൾ ഇവിടെയൊക്കെ അത്യാവശ്യം വെള്ളം കയറിയിട്ടുള്ളൂ. ഇങ്ങനെ പോയി നമ്മളെ ബാക്ക് സൈഡ് ഇതാണ് നമ്മളെ വീട്ടിൻ്റെ കിച്ചൻ്റെ ബാക്ക് സൈഡ് കേട്ടോ. അപ്പോൾ ഇവിടെ ഇങ്ങനെയൊക്കെ വെള്ളതാ ക്ലിയറായിട്ട് ഇങ്ങനെ കാണാം. വെള്ളം ഇങ്ങനെ നിറഞ്ഞ് ചെല്ലിയിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് 2 ദിവസത്തേക്കൊന്നും ഇങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റിയില്ല. ഇങ്ങനെ വെള്ളവും കാര്യങ്ങളൊക്കെ ആണ്. പിന്നെ നമ്മളെ മുൻഭാഗം കാണാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിലേക്ക് വരുന്ന വഴിയുടെ അവിടെ ഇതേപോലെ വെള്ളം നിറഞ്ഞ് കെട്ടിയിരിക്കുന്നുണ്ട്. അതുകൂടി അതിൽ കാണിച്ചു തരാം. അപ്പോൾ ഗായ്സ്, ഇതാ നമ്മൾ മുന്നിലേക്കുള്ള വഴി. എന്താ മുന്നും ഏകദേശം നിറഞ്ഞ് മുന്നൊക്കെ ഏകദേശം നിറഞ്ഞ് ചിന്തിക്ക്. മുൻഭാഗത്തും തോട് തന്നെ വരുന്നത്. നിങ്ങൾ കാണിച്ചു കേട്ടോ. തോട് മുന്നിലും ഞങ്ങൾ വീട്ടിൽ 4 സൈഡിലും തോട് തന്നെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പുറത്തെ സൈഡും മുന്നും ബാക്കും 4 സൈഡിലും തോട് തന്നെയാണ്. അപ്പോൾ ആ തോട് നിറഞ്ഞ് ചിന്തിയലാണ് ഇങ്ങനെ വെള്ളമൊക്കെ ഇങ്ങനെ മുന്നിലേക്ക് വരാം. അതായത് ഇവർ ഏകദേശം വെള്ളമൊക്കെ നമ്മളെ വീട്ടിലേക്ക് വരുന്ന വഴിയാണ് കേട്ടോ. അപ്പോൾ അവർ ഏകദേശം കണ്ടില്ല തോടൊക്കെ നിറഞ്ഞ് ചിന്തിക്കുകയാണ് കണ്ടില്ലേ. കുളവായനെ കൂടെ നിറഞ്ഞിട്ട് കുളവായ കാണുന്ന ചെറിയ തോടാണ് അല്ലേ? കാണുന്നുണ്ടോ? അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ മഴ പെയ്താലും ഇവിടുത്തെ അവസ്ഥയും കാര്യങ്ങളൊക്കെ. മൊത്തത്തിന് വെള്ളവും കാര്യങ്ങളൊക്കെയാണ് അതില്ല. ഞങ്ങൾ വീട്ടിൽ കയറുന്ന ഭാഗങ്ങൾ. അപ്പോൾ ഇങ്ങനെയാണ് ഞങ്ങൾ മഴയത്ത് ഇവിടെ മുറ്റത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റാത്തുള്ളൊരവസ്ഥയല്ല. നിങ്ങളാരെങ്കിലും വീട്ടിൽ ഇതുപോലൊക്കെ തന്നെയാണോ? മഴ പെയ്താൽ ഇങ്ങനെ വെള്ളം നിറഞ്ഞ് ചിന്തലും ഒക്കെ ഉണ്ടോ? വീട്ടിലടുത്ത് തോടുള്ളവർ വീട്ടിൻ്റെ അവസ്ഥയൊക്കെ ഇങ്ങനെ തന്നെ നിറച്ചും വെള്ളവും ഒക്കെ ആയിട്ട് ഞങ്ങൾക്ക് മഴയത്ത് എവിടെയും പോകാൻ പറ്റില്ല. അതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പോൾ ഒന്നും കൂടി ഞാൻ എൻ്റെ വീടിൻ്റെ മൊത്തം ഫുൾ കാണിച്ചു തരാം. ഇതാണ് നമ്മളെ വീടിൻ്റെ മുറ്റം. നല്ല ക്ലിയറായിട്ടുണ്ടല്ലേ. ഇവരുടെ വീടൊക്കെ ഏകദേശം നിറഞ്ഞ് ചിന്തി അല്ലേ.
ആണ് ഞങ്ങളെ വീടും മഴ കൊണ്ട് നടന്നത്. ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ, തൊട്ടടുത്തുള്ള വീടാണ് ഇവിടേക്കൊക്കെ. പക്ഷെ ഇവിടെ ഒന്നും തോടില്ല. പക്ഷെ മഴ പെയ്ത വെള്ളം കണ്ടില്ല കെട്ടി നിൽക്കുന്നത്. അവരെ മുന്നിൽ നടന്നിട്ടുണ്ടോ, വീടിൻ്റെ മുൻഭാഗങ്ങളും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടോ തോട് കാരണം. ഞാനൊന്നും കാണിച്ചില്ല, അവിടെ ആൾക്കാരുണ്ടായതുകൊണ്ട് ഞാൻ ഫോണായിട്ട് അങ്ങോട്ട് പോകാഞ്ഞത്. ഞങ്ങൾ വരുന്നൊരു പാലുണ്ട് ഞങ്ങളുടെ വീട്ടിലേക്ക് വരുന്ന, ആ പാലും ഇതേപോലെ പാലൊക്കെ നിറഞ്ഞ് ചിന്തണമെങ്കിൽ ഒരു ശക്തമായ മഴയാണ് കേട്ടോ. നേരത്തെ വെച്ച് ബാക്ക് സൈഡിലുള്ള ഒരു വീട്ടിലെ മുൻഭാഗങ്ങളത് വെള്ളം നിറഞ്ഞ് ചിന്തിക്കേണ്ടില്ല. വീട്ടിലൊക്കെ വെള്ളം നിറഞ്ഞു. നമ്മളെ പാലിലാണ് ഞങ്ങളിങ്ങോട്ട് വരുന്ന പാലൊക്കെ. ഈ പാലെല്ലാം നിറഞ്ഞ് ചിന്തിക്കുക കണ്ടില്ലേ വീഡിയോയിൽ. ഞാൻ അധികം ഫോണായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ഇത് അപ്പുറത്തെ വീട്ടിലേക്കുള്ള പോകാനുള്ള വഴിയും കാര്യങ്ങളൊക്കെയാണ്. ഇത് നമ്മളെ തൊട്ട് മുന്നിലുള്ള വീട്. അവരുടെ ഏകദേശം മുറ്റമൊക്കെ നിറഞ്ഞ് ഇതായിരിക്കും. ഇനിയും ഇപ്പോൾ ഇങ്ങനെ അടുപ്പിച്ച് മഴ പെയ്യുകയാണെങ്കിൽ, നല്ല മഴ പെയ്യുകയാണെങ്കിൽ നമ്മളിവിടുന്ന് വീടുകളിലുള്ള ആൾക്കാരെല്ലാവരും സ്കൂളിലേക്ക് മാറേണ്ടി വരും. അങ്ങനെയാണ്. ഇതിന് മുന്നേ ഒരു പ്രളയം വന്ന സമയത്ത് ഞങ്ങളെ വീട്ടിൽ നിന്നൊക്കെ എല്ലാവരും സ്കൂളിലേക്ക് മാറി താമസിച്ചതായിരുന്നു, നല്ല വെള്ളപ്പൊക്കമുള്ള സമയത്ത്. അപ്പോൾ ഇനിയും മഴ ഇന്ന് നിന്നിട്ടില്ലെങ്കിൽ, ഇങ്ങനെ വെള്ളം ഉയരാണെങ്കിൽ നമ്മളെല്ലാവരും ഇവിടുന്ന് സ്കൂളിലേക്ക് മാറേണ്ടി വരും. ഇതാണിപ്പോൾ നമ്മളെ വീട്ടിൻ്റെ അവസ്ഥ. അപ്പോൾ ഞാൻ ചുമ്മാ ഒന്ന് നിങ്ങളെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് എൻ്റെ വീടിൻ്റെ ഈ ഒരു വീഡിയോ എടുത്തതേ ഉള്ളൂ. എത്ര തന്നെ ഉള്ളൂ. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക. എല്ലാ സ്ഥലത്തും വെള്ളപ്പൊക്കവും കാര്യങ്ങളൊക്കെ ഉണ്ട്. മക്കളാരും തോട്ടിൽ പോയി വെള്ളം നിറഞ്ഞ് വിചാരിച്ചിട്ട് എവിടെയും പോയിട്ട് കുളിക്കാതൊക്കെ വീട്ടിലെല്ലാവരും സേഫായിട്ട് തന്നെ ഇരിക്കുക. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഹെൽപ്പ് ലൈനിനെ വിളിക്കുക. അപ്പോൾ ഇതൊക്കെ തന്നെ പറയാനുള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരാം. ബായ്.